2 ദിവസമായി പുറത്ത് നല്ല മഴയാണ്. പതിവ് പോലെ പുറത്തിറങ്ങി മഴ ആസ്വദിക്കാനുള്ള മനസ്സൊന്നും ശരിക്കും എനിക്കില്ല. കുറച്ച് ദിവസങ്ങളായി മനസ്സിൽ വല്ലാത്തൊരു ശൂന്യതയാണ്. എന്നിരുന്നാലും എൻ്റെ മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തി പുറത്തേക്കൊക്കെ ഇറങ്ങി കുറച്ച് നേരം മുറ്റത്തൂടിയൊക്കെ നടന്നു. പിന്നെ നേരെ കിച്ചണിലേക്ക്. എത്ര മനസ്സ് മടുത്തിരുന്നാലും നമുക്ക് ഉത്തരവാദിത്തങ്ങളിൽ നിന്നൊന്നും ഒളിച്ചോടി നിൽക്കാനാകില്ലല്ലോ, അല്ലേ? പതിവ് ശീലങ്ങൾ, പതിവ് ഓട്ടങ്ങൾ, അങ്ങനെ ചെയ്തു വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒട്ടും മടുപ്പ് കാണിക്കാതെ റിപ്പീറ്റ് ചെയ്യുകയാണ്. തീൻ മേശയിൽ എത്തുന്ന ഫുഡ് മെനു ഒഴിച്ചാൽ ഒന്നിനും ഒരു മാറ്റവുമില്ല. രാവിലെ കഷ്ടപ്പെട്ട് ഇഷ്ടത്തോടെ ഇഷ്ടപ്പെട്ട ഇടിയപ്പവും കടലക്കറിയും ഉണ്ടാക്കുന്ന തിരക്കിലാണ്. പിന്നെ യുവക്കുട്ടിയുടെ പുറകിലുള്ള ഓട്ടോ. അതിന് ഊർജം എന്നോണം കിട്ടിയ ഗ്യാപ്പിൽ പ്രഭാത ഭക്ഷണം അകത്താക്കി. പിന്നെ കെട്ടിയോൻ നാട്ടിലുള്ളതിൻ്റെ ബെനിഫിറ്റ്സ് ഇപ്പോൾ ഞാൻ കുറച്ചധികം ആസ്വദിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് പതിവില്ലാണ്ട് സ്കൂളിൽ പോകില്ല എന്ന് വാശി പിടിച്ച യുവക്കുട്ടീനെ സ്കൂളിൽ കൊണ്ടുപോയി വിട്ടു. ഇടയ്ക്ക് അവൻ തിരികെ വന്ന് പറയുന്നത് അമ്മയും അപ്പയും സ്കൂളിൽ തന്നെ നിൽക്കണേ എന്നാണ് കേട്ടോ. എന്നും നമ്മൾ മക്കളുടെ ആഗ്രഹമാണല്ലേ, നമ്മൾ മരിക്കുവോളം നമ്മുടെ മാതാപിതാക്കൾ കൂടെ ഉണ്ടാകണമെന്ന്. നടക്കില്ല എന്നറിഞ്ഞിട്ടും നമ്മൾ ആഗ്രഹിക്കുന്ന ചില ആഗ്രഹങ്ങളാണ് ഇതൊക്കെ. ഇവക്കുട്ടിയുടെ സ്കൂളിനടുത്ത് മുഴുവൻ വയലാണ്. ഇന്ന് പക്ഷേ പതിവിലും ഭംഗിയുള്ള കാഴ്ച ഞങ്ങൾ ആ വയലിൽ കണ്ടു. കുറച്ച് പാടുപെട്ടിട്ടായാലും ആ കാഴ്ച അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയുള്ള പോക്കാണിത്. മോശം റോഡാണെങ്കിൽ കൂടി അവിടെ ചെന്നതേ ഈ താമരപ്പൂക്കൾ കണ്ടപ്പോൾ ആ വിഷമം അങ്ങ് തീർന്നു കിട്ടി. ചില ദിവസങ്ങൾ അങ്ങനെയാണ്, അല്ലേ? നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ നമ്മുടെ മനസ്സിനെ അങ്ങേയറ്റം സന്തോഷം തരുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും. എനിക്ക് സന്തോഷം തരുന്ന ഒന്നാണ് കേട്ടോ ഈ പച്ചപ്പും ഹരിതാപവും ഒക്കെ. അങ്ങനെ നാട്ടുവഴിയിലൂടെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ട് തിരികെ വീട്ടിലേക്ക്. അപ്പോൾ ബൈ.